ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്താലും ഞാൻ സ്വയം ഒരു പരാജയമാണെന്ന് തോന്നുന്ന നിമിഷമാണ് കേട്ടോ അത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഫിസിക്കലി പ്രസൻ്റ് ആവാൻ പറ്റാത്തത്. 3 months കൂടുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവരടുത്ത് എത്തുന്നതാണ്. പക്ഷെ 3 മാസം കാണാതിരിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളതൊരു വിങ്ങലാണ്. നമ്മൾ പ്രവാസികളുടെ കൂടെ പിറപ്പായ ഒരു വിങ്ങൽ, അങ്ങനെയും പറയാം. നമ്മുടെ അച്ഛനമ്മമാർക്കൊരു കഴിവുണ്ട്, നമ്മളെ സങ്കടത്തിലാക്കണ്ടെന്ന് കരുതി അവർ സന്തോഷം നല്ലപോലെ അങ്ങ് അഭിനയിച്ച് കാണിക്കും. പക്ഷെ ഇത്തവണ എൻ്റെ അച്ഛനമ്മയ്ക്ക് അതിനു പോലും പറ്റിയില്ല. എന്തോ രണ്ടുപേരും ആകെ ഡള്ളായ പോലെ തോന്നി, പ്രത്യേകിച്ച് എൻ്റെ ബാലു. അച്ഛനെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ മെൻ്റലി ആകെ സ്റ്റക്കായി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പിള്ളേരെ നോക്കാൻ പറ്റുന്നില്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. 2 ദിവസം ഫുൾ കരച്ചിലും പിഴിച്ചിലും. എൻ്റെ അവസ്ഥ കണ്ടിട്ട് വിച്ചു തന്നെ എനിക്ക് ടിക്കറ്റ് നോക്കി തുടങ്ങി. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യാറ് കേട്ടോ. ബട്ട് ഇത്തവണ ഇമ്പോൺ എക്സാമും പിച്ചുവിന് നല്ല ജോലി തിരക്കും. പക്ഷെ വിഷയം അതൊന്നല്ല. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വളരെ ചാലഞ്ചിങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു. മക്കൾ ഇന്നേ വരെ വിട്ടു നിൽക്കാത്ത ഞാൻ, എസ്പെഷ്യലി കുഞ്ഞിനെ അവൻ്റെ ഫീഡിങ് പോലും നിർത്തിയിട്ടില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തനിച്ചൊന്ന് നിൽക്കാനൊരാഗ്രഹം. കേൾക്കുമ്പോൾ വളരെ സെൽഫിഷായി തോന്നിയേക്കാം, പക്ഷെ ഞാൻ ഒരുപാട് ചിന്തിച്ചെടുത്ത ഒരു ഡിസിഷനാണ് കേട്ടോ. ഇനി കാരണം കൂടെ പറഞ്ഞുതരാം. എപ്പോഴും എന്താ നടക്കാന്നറിയോ, ഞാൻ പിള്ളേരെയും കൊണ്ടാ പോവാ. അച്ഛനമ്മയും ഫുൾ പിള്ളേരെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കും, ഞാനും പിള്ളേരുടെ പിന്നാലെ. എന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വല്ലാത്തൊരു ഗിൽറ്റി ഫീലിങ്ങും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് കിടക്കാനോ സംസാരിക്കാനോ തൊടാനോ എന്തിനോ ഒന്നും മര്യാദയ്ക്ക് മിണ്ടാൻ വരെ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം അവരുടെ കൂടെ മാത്രം കുറച്ച് സമയം കിട്ടാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. എയർപോർട്ടിൽ എത്തിയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ പോവാന്ന്. അതും എൻ്റെ ഈ പൊന്നാര മക്കളെ ഇവിടെ തനിച്ചാക്കിയിട്ട്. സഹിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ വിച്ചും ഉണ്ടായിരുന്നു. പോയിക്കോ, പിള്ളേർ സേഫാണ്, പോയി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നോ എന്ന് പറയാം. നാട്ടിലെത്തി ഒന്ന് കാറി കയറിയപ്പോഴേക്കും എക്സ്പെക്റ്റഡ് കോൾ വന്നു തുടങ്ങി. പക്ഷെ ചേട്ടൻ കുഞ്ഞിനെ നല്ല പോലെ മാനേജ് ചെയ്തിരുന്നു കേട്ടോ. ഇനി കാണുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കിക്കേ. എനിക്ക് തന്നെ കാണുമ്പോൾ ഗൂസ് ബംസ് വരുക. എൻ്റെ ഇമ്പു ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യമായിട്ട് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും, അതും ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ വന്നപ്പോൾ അമ്മ ഇത്തിരി ഓക്കെ ആയിട്ടോ. പക്ഷെ അച്ഛൻ എന്തോ ഡൾ തന്നെയായിരുന്നു. ഞാൻ പഠിച്ച അടവുകളെല്ലാം ശ്രമിച്ചു, പക്ഷെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എങ്ങും പോയാൻ വേണ്ട. പിന്നെ ആകെയുള്ള വഴിതാ ഇവന്മാർ, എൻ്റെ ചേട്ടൻ്റെ മക്കളാട്ടോ, കുഞ്ഞിപ്പാപ്പവും ഗുവാനും. ഇവരെ വെച്ച് സോപ്പിട്ട് ബാലുവിൻ്റെ ഫോൺ ഞങ്ങളൊന്ന് മുതലാക്കി. രാത്രി വീടിൻ്റെ ആംബിയൻസ് മൊത്തത്തിൽ ഞങ്ങളൊന്ന് മാറ്റി. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വിത്ത് മൂവി നൈറ്റ്. കാരണം പുറത്തേക്ക് ഇറങ്ങാനല്ലേ പ്രശ്നമുള്ളൂ, വീട്ടിൽ നമുക്ക് എന്താവുമല്ലോ. അങ്ങനെ ഞാനും പിള്ളേരും കൂടെ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് മോഹിനിയാട്ടം മൂവി പ്ലേ ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അവർ കണ്ടിട്ടില്ല, സോ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഊഹിക്കാലോ. വള്ളി ആൻഡ് പുള്ളി വിടാതെ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ആംബിയൻസിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോർ ബെല്ലിൽ ആ സംഭവം എത്തി. ഞങ്ങൾ ബാലുവിൻ്റെ ഫോണിൽ ഓർഡർ ചെയ്ത പിസ്സ. ഞങ്ങളുടെ അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പിള്ളേർ തന്നെ അമ്മയ്ക്ക് മസാല ദോശയും വടയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. ഈ കുഞ്ഞി പ്രായത്തിൽ ഇവർ ഈ കെയറിംഗ് ഒക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് അച്ഛനമ്മേനെയും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ആ മൂവിയിലെ തന്നെ ഒരു ഭാഗം ഓർമ്മ വന്നേ. പുള്ളിയിടക്കിടക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ടോ? ഇല്ല. പിന്നെന്താ സൗകര്യം പോലെ കറങ്ങി വരട്ടെ എന്ന് പറഞ്ഞു. ഇതൊരു തുടക്കാണേലോ.